ഹായ്, നമ്മൾ അക്കാദമിയിലെ അക്കൗണ്ടിങ് ബാച്ച് സ്റ്റുഡൻസ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ 6 മാസത്തെ ഒരു അടിപൊളി ജേണി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എൻ്റെ പേര് കുബ്ര. ഹായ്, എൻ്റെ പേര് വിനയ. ഹായ്, എൻ്റെ പേര് സിൽവി. എൻ്റെ പേര് നിത. ഞാൻ ഷീബ. ഹായ്, എൻ്റെ പേര് റിഷാന. അപ്പം നമ്മളിവിടെ എല്ലാവരും ഓരോ രീതിയിലാണ് എത്തിപ്പെട്ടത്. അപ്പോൾ ഞാൻ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ ഫ്രണ്ട് വഴിയാണ്. ഉമ്മാൻ്റെ ഫ്രണ്ടാണ് ഉമ്മക്ക് സജഷൻ ചെയ്തത്. അപ്പം ഉമ്മ എന്നോട് പറഞ്ഞു. അപ്പോൾ ആദ്യം എനിക്ക് വലിയ ഇൻട്രസ്റ്റേ ഉണ്ടായിരുന്നില്ല, കാരണം 6 മന്ത് കോഴ്സ് എനിക്ക് അക്കൗണ്ടിങ് പഠിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ കൂടുതലും കാണുന്നത് അക്കൗണ്ടിങ് ബേസ് ഉള്ളവരെയാണ്. അപ്പം ഞാൻ ബേസ് ഇല്ലാണ്ട് വന്ന ഒരാളാണ്. അപ്പം എനിക്ക് അതിന് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ അമ്മയോട് പറഞ്ഞത് ഇല്ല, ഞാനിവിടെ ചെയ്യുന്നില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കിക്കോളാം, ഇവിടെ ഫുൾ അക്കൗണ്ടിങ് പഠിച്ചു വന്ന പിള്ളേരൊക്കെയാണ്, അപ്പോൾ അവരെടുക്കൊന്നും എനിക്ക് ഇരിക്കാനൊന്നും പറ്റൂല, അങ്ങനെ പറഞ്ഞ് നിന്നാളാണ് ഞാൻ. പക്ഷെ ഉമ്മാരുടെ നിർബന്ധത്തിലായിരുന്നു എനിക്ക് ഇവിടെ അഡ്മിഷൻ എടുത്തു തന്നത്. പക്ഷെ അതിന് ശേഷം പറയാനാണെങ്കിൽ ഒരു അടിപൊളി ജേണി തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. ഫസ്റ്റ് ഞാൻ ഇവിടെ വരുമ്പോൾ അക്കാദമിനെ പറ്റി കാര്യങ്ങളൊന്നും അറിയില്ല, ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്ന് തന്നെ അറിയില്ല. കുടുംബശ്രീ വഴി ആണ് ഇതിൻ്റെ കാര്യങ്ങൾ, അക്കാദമിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇവിടെ പഠിപ്പിക്കുന്നതിനെ പറ്റി അറിഞ്ഞത്. ഒരു അക്കൗണ്ടിങ്ങിലായാലും വേഗം പഠിച്ചൊരു ജോലി ജോലി കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ തന്നെയാണ് ഞാൻ വന്നത്. ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിന്, ആര് എങ്ങനെയാണെന്നറിയില്ല, ഇത്ര വലിയ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്നില്ല, ആ ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം നല്ലോണം ഉണ്ടായിന്. ഞാനും കുടുംബശ്രീ വഴിയാണ് ഇങ്ങനെ ഒരു അക്കാദമി അറിഞ്ഞത്. പിന്നെ നല്ല ഇൻട്രസ്റ്റോടുകൂടി തന്നെയാണ് വന്നത്. ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് എൻ്റെ ഉപ്പ വഴിയാണ്. എൻ്റെ ഉപ്പ ഇവിടെ ABC വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഈ അക്കാദമിയിൽ എത്തിപ്പെട്ടത്. ഞങ്ങൾ ഈ ബാച്ചിൽ ഫസ്റ്റ് അഡ്മിഷൻ ആയിരുന്നു. ഞാനിവിടെ എത്തിയത് അക്കാദമിൻ്റെ തന്നെ ഒരു ആഡ് കണ്ടിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കരിയറിലായാലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരിതിൽ, അപ്പോൾ എനിക്കൊരു കരിയറിൽ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിന്. അപ്പോൾ എനിക്ക് കൂടുതലും ഒരു ട്രെയിനിങ് കിട്ടണം എന്നുള്ളൊരു ഇതിൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് അക്കാദമി ഇങ്ങനെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റഡി വിത്ത് ഇൻഡസ്ട്രി ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് കൂടുതലും അക്കാദമിയിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ആയത്. പിന്നെ ഞാൻ ഇവിടെ അക്കാദമിനെ കുറിച്ച് കുറച്ച് അന്വേഷിച്ചപ്പോൾ ഒരുപാട് കുട്ടികൾ ഇവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നും അവർ കരിയറിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് അക്കൗണ്ട്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുകയുണ്ടായത്. അപ്പോൾ എനിക്ക് ക്ലാസ് നമുക്ക് തുടങ്ങിയപ്പോൾ ഞങ്ങളെ ബാച്ചിൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ഉള്ള കുട്ടികളുണ്ട്, ഇല്ലാത്തവരുണ്ട്. പിന്നെ അക്കൗണ്ടിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഫീൽഡിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ടായിന്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു സീനിയർ ജൂനിയർ എന്നുള്ള ഒരു ഫീല് ഫസ്റ്റ് ടൈം ഉണ്ടായിന്. പക്ഷെ അതൊക്കെ ഇവിടെ എത്തി ക്ലാസ് തുടങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം എല്ലാവരുമായിട്ട് നല്ല ജോളിയാണ്. ഞാനിവിടെ എത്തിയത് ഇൻസ്റ്റാഗ്രാമിലെ ആഡ് കണ്ടിട്ടാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ഞാൻ ഇതുവരെ പഠിച്ചതിൽ വെച്ച് യാതൊരു ബന്ധവുമില്ലാത്തൊരു കോഴ്സായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബേസ് മുതലേ പഠിപ്പിക്കുന്നതിൽ ഞാൻ ഒരു ബേസ് ഇല്ലാണ്ട് വന്ന ഒരാളാണ്. അപ്പം എൻ്റെ കൂടെ തന്നെ ഇപ്പം എന്താ പറയുക, +2 കഴിഞ്ഞത്, BCom കഴിഞ്ഞത്, MCom കഴിഞ്ഞത്, ഈ കഴിഞ്ഞ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 6 മാസം കൊണ്ട് ഇവർ പഠിപ്പിക്കുന്ന ഈ സിലബസ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. കാരണം ഇത്രയും അക്കൗണ്ടിങ്ങിൻ്റെ ഇത്രയും ബേസ് കഴിഞ്ഞ് വന്നിട്ട് അവരിവിടെ ഇരിക്കുമ്പോൾ അവർക്ക് ഇവിടുന്ന് അതിനേക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് കിട്ടി എന്ന് പറഞ്ഞപ്പം അത് അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ശരിക്കും അവരെല്ലാം എടുത്തു വന്നതിനേക്കാളും നേരെ ഒരു ബേസ് ഇല്ലാണ്ട് വന്നിട്ടും എനിക്കത് ഒരു യൂസ്ഫുൾ ആയി എന്നൊക്കെ തോന്നിയത് ഇവിടെ വന്നപ്പം തന്നെയായിരുന്നു. ഇവർ എല്ലാ സിലബസ് മൊത്തത്തിൽ ഏകദേശം 6 മാസം കൊണ്ട് ഇവർ ഒരുവിധം എല്ലാം കവർ ചെയ്തിരുന്നുണ്ട്, പഠിപ്പിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ MCom കഴിഞ്ഞവർക്കായാലും ബേസ് ഇല്ലാണ്ട് വന്ന നമുക്കായാലും എല്ലാം ഒരേപോലെയാണ് ഇവിടെ ഫീൽ ആയിട്ടുള്ളത്, പഠിക്കാനായാലും അത് മനസ്സിലാക്കാനായാലും. ഞാൻ +2 സയൻസ് സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ട് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ആ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു +2 കഴിഞ്ഞിട്ട് ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റിയിന്. എന്നാലും ഇവിടെ വന്നിട്ട് കൂടുതൽ ഡീപ്പായിട്ട് ബേസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നുണ്ട്. അത് വളരെ ഹെൽപ്ഫുള്ളായി. ആദ്യമായിട്ട് ഇവിടെ വന്നേരം ആഷിഖ് സാറിന് പരിചയപ്പെട്ടത്. സാർ മാനേജറാണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ സാറ് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഫ്രണ്ട്ലി ആയി കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു.
അക്കാദമിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവരുടെ ക്ലാസ് എടുക്കുന്ന രീതി തന്നെയാണ്. അപ്പം നമുക്ക് കൂടുതലും നമുക്ക് കിട്ടിയ ക്ലാസ് ആഷിഖ് സാറിന്റെ തന്നെയാണ്. അപ്പോൾ ഇവിടെ കൊമേഴ്സ് സ്റ്റുഡൻസ് നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് എന്നുള്ള ഒരു വ്യത്യാസമൊന്നും ഇല്ല. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ തന്നെയാണ് ക്ലാസ് കൊടുക്കുന്നത്. അതിൽ MCOM കഴിഞ്ഞ ഒരു കുട്ടിയെന്നോ അല്ല +2 സയൻസ് കഴിഞ്ഞ കുട്ടിയെന്നുള്ള ഒരു വ്യത്യാസം ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും എങ്ങനെയാ അക്കൗണ്ടിന്റെ ബേസ് ഉള്ളവർക്ക് കുറച്ചുകൂടി അത് ഡെവലപ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ മറ്റേ ഒരു ബേസും ഇല്ലാത്ത കുട്ടികൾക്ക് അത്രയും കെയറും അത്രയും ടൈമും കൊടുത്തിട്ട് തന്നെയാണ് അവർക്കും കൂടി അത് മനസ്സിലാക്കി എടുത്തതിന് ശേഷം തന്നെയാണ് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പിന്നെ സാറ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് ടൈമിൽ വിളിച്ചാലും നമുക്ക് കറക്റ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലും അക്കൗണ്ടിങ്ങിൽ കൂടുതൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് വിശ്വാസം. കാരണം ഒരു ബേസ് ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അടിത്തട്ടില് അക്കൗണ്ട്സിലെ അടിത്തട്ടില് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, നമുക്ക് തന്നെ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, എനിക്ക് ആദ്യം തൊട്ട് ആഷിഖ് സാറിന്റെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അതാണ്. എങ്ങനെ ഒരു അക്കൗണ്ട് സ്റ്റുഡന്റ് ഡെബിറ്റ് എന്ത് ക്രെഡിറ്റ് എന്ത് എന്നുള്ളത് സാറ് പറഞ്ഞു കൊടുക്കുന്ന രീതി, അത് സാറിന്റെ തന്നെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ഇതുവരെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊന്നും എനിക്ക് അങ്ങനെ ഒരു ക്ലാസ് അതിന്റെ ഒരു അക്കൗണ്ടിന്റെ അടുത്തട്ട് തൊട്ടിട്ടുള്ള ഒരു ക്ലാസ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് അക്കാദമിന്റെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ബേസ് ഇല്ലാത്ത കുട്ടികൾക്കും കൂടി ഇത്രയും നല്ല രീതിയിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും പറ്റിയിട്ടുള്ളത്. അക്കാദമിന്റെ വിജയം എന്ന് പറഞ്ഞത് ഇവിടുത്തെ സാറുമാറും മൊത്തം എല്ലാവരും നല്ല ക്ലാസ്, എല്ലാവരും ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഭയങ്കര ബോണ്ട്. ബേസ് ഇല്ലാണ്ട് വന്ന ആൾക്കാരായാലും ബേസ് ഉണ്ടായിട്ട് വന്ന ആൾക്കാരായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരേപോലെയാണ്. അത് ഏറ്റവും കൂടുതൽ അത് അത്രയും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. ഈ അക്കൗണ്ടിങ്ങിനായാലും പുതിയ പുതിയ അപ്ഡേഷൻസിനെ പറ്റിയിട്ടായാലും എല്ലാം ആ ഒരു പുതിയ അപ്ഡേഷൻസ് എല്ലാം വെച്ചിട്ട് തന്നെയാണ് ഇവരൊരു സിലബസ് ഉണ്ടാക്കി നമുക്കത് ക്ലാസ് എടുത്തതും. അതിപ്പോൾ പ്രാക്ടിക്കലി ആയിക്കോട്ടെ തിയറിക്കലി ആയിക്കോട്ടെ എല്ലാം ഈ ക്ലാസ് ടെസ്റ്റ് വെച്ച് അതൊന്നും നമ്മളിപ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കും. എല്ലാം കൊണ്ട് ഒരു അടിപൊളി ക്ലാസ് തന്നെയായിരുന്നു ഇവിടുത്തെ. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇടക്ക് CFന്റെ ബാബു സാറിന്റെ ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ അക്കൗണ്ട്സ് എന്ന കരിയറിൽ നമുക്ക് എങ്ങനെ കൂടുതൽ നമ്മുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു ഒരു എന്താ പറയാ ഒരു സാധ്യത, ഇപ്പൊ അക്കൗണ്ട്സിലുള്ള സാധ്യത കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ജുനൈദ് സാറിന്റെ ക്ലാസ് ആയാലും അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അപ്പോൾ സാർ എപ്പോഴും പറയും നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് ഉണ്ടാവണം, ഏത് കാര്യത്തിനെ കുറിച്ചും നമുക്കൊരു അറിവുണ്ടാവണം. അപ്പൊ അതൊക്കെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അക്കാദമിയിൽ വന്നിട്ട് കിട്ടിയൊരു എന്താ പറയാ ഒരു പ്രത്യേകത തന്നെയാണ്. പക്ഷെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് തോന്നുന്നത് ഇത്ര നല്ല രീതിയിൽ അവിടെ ഒരു കോഴ്സിന് നമ്മൾ ചേർന്ന കോഴ്സ് അതിന് പുറമെ വേറൊന്നുമില്ല. ഒരു 6 മാസത്തെ കോഴ്സിൽ എന്തൊക്കെയാണ് അവരുടെ സിലബസ്, ആ സിലബസ് കഴിഞ്ഞു നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നു നമ്മളെ വിടുക. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പം വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് തന്നെ ഈ അക്കൗണ്ടിങ് പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് പഠിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പം ഇതിന്റെ ആ ക്വാളിറ്റി നമുക്ക് അന്നേരം തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പം ആള് പഠിച്ചിറങ്ങിയപ്പോൾ ആയാലും അവിടുന്ന് പഠിച്ചതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ട് ആൾക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടെന്ന് നമ്മളും അയാളും വിശ്വസിക്കുന്നുണ്ട്. അക്കാദമിയില് ടാലി സോഫ്റ്റ്വെയറിന് പുറമെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ SAPന്റെ കോഴ്സ് തന്നെയാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് പുതിയതായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കോഴ്സ് തന്നെയാണ്. ടാലിയിൽ കുറച്ച് നമുക്ക് അറിയാന്നുള്ളത് കൂടാതെ നമുക്ക് SAP എന്നൊരു പുതിയൊരു സോഫ്റ്റ്വെയർ പഠിക്കാൻ പറ്റി. അതിൽ ഇത്രയും സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അക്കാദമിയിൽ ഈ കോഴ്സ് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇതിന് പുറമെയുള്ള ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സ് അക്കാദമി പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ക്ലാസ്, അത് കൂടുതൽ എന്താ പറയുക സ്റ്റുഡൻസിന് എങ്ങനെ കരിയറിൽ ഡെവലപ്പ് ചെയ്യാന്നുള്ളത് ആ ക്ലാസ്സിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ വെക്കുന്നത്, ഇടക്കിടക്ക് കോമ്പറ്റീഷൻ, ഗെയിം, അതൊക്കെ നമുക്ക് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ്സിലൂടെ നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്, പഠിക്കാനും പറ്റിയിട്ടുണ്ട്. നമ്മൾ ഓരോ സ്റ്റുഡൻസിനെ എങ്ങനെ ആക്റ്റീവായിട്ട് മുൻനിരയിൽ എത്തിക്കാന്നുള്ളത് അത്രയും ഒരു എന്താ പറയാ ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു ക്ലാസ് തന്നെയാണ്. അതിപ്പം അക്കൗണ്ടിങ്ങിന് പുറമെ എനിക്ക് തോന്നുന്നു
വേറെ എവിടെ ഇങ്ങനത്തെ ഒരു കോഴ്സ് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ആ ഓണ പ്രോഗ്രാമിന്റെ ആ സമയത്ത് അവിടെ നമ്മൾ ഈ സ്പീച്ച് ആയിട്ട് പിന്നെ നമ്മൾ ഈ റൈറ്റിംഗ് അങ്ങനെ എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊരു ടോപ്പിക് എന്നിട്ട് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുക. കുറേ കുട്ടികളും സ്റ്റാഫ് നമ്മൾ എത്തിയിട്ട് അന്നേരം ഒരു 1 month 2 month അടുത്താവുന്നേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് തന്നെ ഒരുവിധം എല്ലാവരെ കൊണ്ടും ഫ്രണ്ടിൽ നിന്ന് സംസാരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ പോയ റൈറ്റിംഗ്, സ്റ്റോറി റൈറ്റിംഗ് ഇതെല്ലാം എടുപ്പിച്ച് ഇതിലെല്ലാം എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലുത്. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ എഴുതുന്നതും ഉള്ളിൽ ഉണ്ടെങ്കിലും ആദ്യമായിട്ട് ഒന്ന് എഴുതുന്നതിന് പ്രൈസ് അടിക്കുന്ന വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം അതുപോലെ ഓണപരിപാടിയുടെ സമയത്താണ് അപ്പൊ നമ്മള് എല്ലാ സ്റ്റുഡൻസും എല്ലാത്തിലും പങ്കെടുക്കണം എന്നുള്ള ഒരു നിർബന്ധം ഇവിടുത്തെ ടീച്ചേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കാര്യം പറയാന്ന് വെച്ചാല് ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഒരു കവിത എഴുതിയിട്ടില്ല. അക്കാദമിയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് അതൊരു ഓണത്തിനെ കുറിച്ചുള്ള ഒരു കവിതയായിരുന്നു. അത് കവിത എഴുതി, കഥ എഴുതി, പിന്നെ മലയാളം സ്പീച്ച്. ഞാൻ ഇതുവരെ ഒരു മൈക്കിന്റെ മുന്നിൽ പോയിട്ട് അങ്ങനെ ഒരു സ്പീച്ച്, ഒരു പ്രസംഗം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതിനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ഇതുവരെ ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അക്കാദമിയിൽ വന്നപ്പോ അന്ന് ആദ്യമായിട്ട് ഒരു മലയാളം സ്പീച്ച് നടത്തിയത്, അതിന് എനിക്ക് സെക്കൻഡ് കിട്ടി. അത് എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ അത്ഭുതമാണ്. പിന്നെ ഇപ്പൊ എന്താന്നറിയില്ല, ഇതിന്റെ ഒക്കെ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ കുറച്ചൊരു കോൺഫിഡന്റ് ആയിട്ട് ഒരു മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഈ അക്കാദമിയിൽ നിന്ന് കിട്ടിയൊരു ഭാഗ്യം തന്നെയാണ്. ഇപ്പൊ മറ്റുള്ളവരോട് സംസാരിക്കാനായാലും കുറെയൊക്കെ നമ്മുടെ ഉള്ളിലൊരു ചമ്മല് അതൊക്കെ മാറിയിട്ടുണ്ട്. അതൊക്കെ കേവലം ഒരു എന്താ പറയാ, ഒരു കമ്പ്യൂട്ടർ കോഴ്സിലൂടെ ഇത്രയും പറ്റുന്നുണ്ട് എന്നുള്ളത് അതൊരു അത്ഭുതം തന്നെയാണ്. 15 കൊല്ലമായിട്ട് പഠിച്ചിട്ട് മാറാത്ത മാറ്റം 6 മാസത്തെ കോഴ്സ് കൊണ്ട് നല്ലോണം മാറിയിട്ടുണ്ട്. അത് ചെറുതൊന്നുമല്ല. പിന്നെ ഇതന്നെ പ്രത്യേകിച്ച് നമ്മളെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ഇപ്പം അതുവരെ പഠിച്ചെടുത്തെല്ലാം മുമ്പെല്ലാം പഠിച്ചാലും ഈ ടീച്ചേഴ്സിന് മുന്നിൽ പോവാ, സംസാരിക്കുക, അതൊന്നും വിചാരിക്കുന്നല്ലാണ്ട് സംസാരിക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഓപ്പണായി സംസാരിക്കാൻ പറ്റും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് എത്ര ഇതാണെങ്കിലും സംസാരിക്കാൻ പറ്റും. അതിനനുസരിച്ച് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതെല്ലാം നല്ലോണം ബെറ്റർ ആയിട്ടുണ്ട്. അതെല്ലാം ഇവിടുത്തെ ഈ ഒരു 6 മാസത്തെ കോഴ്സ് അക്കാദമി തന്നെ ഇവിടെ വന്നിട്ടുണ്ടായ മാറ്റം തന്നെയാണ്. പിന്നെ ഈ പ്രോഗ്രാംസിലെല്ലാം ഇറങ്ങാൻ പറ്റുക, അതെല്ലാം ചെയ്യാൻ പറ്റുക, അതെല്ലാം എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുക. എന്ത് എൻജോയ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഭയങ്കര നാണക്കേടായിരിക്കും ചെയ്യാൻ ഇതാക്കാനും. പക്ഷെ ഇവിടെ വന്നതിന് അത് മാറി ഫുൾ എൻജോയ് ചെയ്യാൻ, ഇതിന് ഇറങ്ങണം, ചെയ്യണം, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നു. ഇവിടെ വന്ന് ഈ ഒരു ഇതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് മൈക്കിൻ്റെ മുന്നിൽ പോയി സംസാരിക്കാനുള്ള പേടിയുള്ള ആളായിരുന്നു. ഇവിടെ വന്നേ പിന്നെ ഞാൻ ആദ്യമായിട്ട് മൈക്കിൻ്റെ മുന്നിലെല്ലാം ഇരുന്ന് സംസാരിച്ച് പ്രസംഗമെല്ലാം പറഞ്ഞത്. അത് കമ്മ്യൂണിക്കേറ്റീവ് ക്ലാസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. വിനോദ് സാറിൻ്റെ ക്ലാസ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. പേഴ്സണലി ഇംഗ്ലീഷ് സംസാരിക്കുന്നതായാലും എഴുതുന്നതായാലും എല്ലാ കാര്യത്തിലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല കുറെ ക്ലാസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം അക്കൗണ്ടിങ് സ്റ്റുഡൻ്റാണ്, നമുക്ക് CA കാരുടെ ഒരു CA റോഷൻ എന്ന് പറഞ്ഞിട്ട് സാറിന്റെ ക്ലാസ് നമുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സൈബർ സെല്ലിന്റെ ഒരു ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ അപ്ഡേറ്റഡ് ആയിട്ട് ഓരോരോ ക്ലാസ് ആൾക്കാർ കൊണ്ടുവരിക, നമ്മൾ അതിൽ പങ്കെടുപ്പിക്കുക, ക്ലാസ് ആയിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യിപ്പിക്കുക. ഇതെല്ലാം ഇവരെടുക്കുന്ന ഏറ്റവും വലിയൊരു എഫേർട്ട് തന്നെയാണ്. അത് നമുക്ക് അത്ര യൂസ്ഫുൾ ആകുന്നുണ്ട്. ആദ്യമായിട്ട് അതുവരെ കുറെ ക്ലാസ്സിൽ മുന്നേ കേട്ടാലും കേൾക്കുക, ചിലത് കേൾക്കുന്ന പോലെ ഉണ്ടാവില്ല, അതിങ്ങനെ ഇറങ്ങി വരും. പക്ഷെ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോലും നമ്മളെ കോൺഫിഡൻസ് തരുന്നത്, നമ്മളെ ഡൗട്ട്സ് ചോദിക്കുക, ക്ലിയർ ചെയ്യുക, അവരായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുക, അതെല്ലാം ഭയങ്കര ഇതന്നെയായിരുന്നു. ശരിക്കും ഒരു 6 മാസത്തെ കോഴ്സ് നമ്മൾ കേട്ടപ്പോൾ ഇങ്ങനെയൊന്നല്ലായിരുന്നു. നമ്മൾ പൊതുവെ വിചാരിക്കുക 6 മാസത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ കോഴ്സിന് വരിക, അവരെന്താണ് പഠിപ്പിക്കുന്നത് പഠിക്കുക, ഇറങ്ങുക. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് തന്നെയാണ്. പ്രോഗ്രാംസ് ആയിക്കോട്ടെ, ക്ലാസ്സസ് ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റുഡൻസ്, നമുക്ക് ശരിക്കും അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ് മാത്രം വെച്ച് ഇവർക്ക് ഇതാക്കി വിടാം. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് ഒരുവിധം എല്ലാ ക്ലാസ്സസും എല്ലാ പ്രോഗ്രാംസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൽ നമ്മളെ പങ്കെടുപ്പിക്കുന്നത്, അതിൽ ഇവരെടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്താലും എല്ലാം സ്റ്റുഡൻസിന്റെ പ്രോഗ്രാം ആയിട്ട് മാറിയുന്നു. അപ്പൊ ഓണപരിപാടി വെച്ചു, ഓണപരിപാടിയിൽ അതിന്റെ പേര് സെലക്ഷൻ വരെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഫുൾ പ്രോഗ്രാം അവരെല്ലാ അറേഞ്ച്മെന്റ്സും ഞങ്ങൾക്ക് ചെയ്തു തരും. പിന്നെ ആ പ്രോഗ്രാം നമ്മുടെ ഡ്യൂട്ടിയാണ്. പിന്നെ എല്ലാ പ്രോഗ്രാമിനായാലും എല്ലാരും പങ്കെടുപ്പിക്കുക എന്നുള്ളത് അത് അക്കാദമിന്റെ തന്നെ ഒരു പ്രത്യേകതയായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ആർക്കും അങ്ങനെ ഒരു ഇങ്ങനെ എക്സ്ക്യൂസോ ലീവോ അങ്ങനത്തെ ഒന്നും കൊടുക്കൂല. എല്ലാരും എല്ലാത്തിലും പങ്കെടുക്കണം. എല്ലാരും എല്ലാ പ്രോഗ്രാമിലും അറിയില്ലെങ്കിൽ കൂടി
കൂടി എല്ലാവരും ജസ്റ്റ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു അക്കാദമിന്റെ മാത്രമായിട്ടാണ് ഉള്ളത്. ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ള ഇതുവരെ കളിക്കാത്ത വിനയെല്ലാം ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് ഡാൻസ് എല്ലാം കളിച്ചത്. അതിന്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഡാൻസ് അങ്ങനെ ഇങ്ങനെ അറിയൊന്നുമില്ല, പക്ഷെ കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇവരെ വെച്ച് ഓണപരിപാടിക്ക് കൂടി നമ്മൾ ഒരു ക്ലാസ്സിലെ കുട്ടീൻ്റെ വീട്ടിലെല്ലാം പോയി പ്രാക്ടീസ് ചെയ്തു. അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പരിപാടിക്ക് എനിക്ക് പറ്റുന്ന പോലെ കളിക്കാൻ പറ്റിയിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എല്ലാവരുമായിട്ട് എൻജോയ്മെൻ്റ് എല്ലാം ചെയ്ത് ആദ്യമായിട്ട് റാമ്പ് വാക്ക് നടത്തിയ അത് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അതിന്റെ തലേ ദിവസം ഏർപ്പാടാക്കിയ കാര്യമാണ്. എന്നാലും നമ്മളാ പരിപാടി നല്ല അടിപൊളിയായി കോർഡിനേഷൻ കൊണ്ട് ഇവിടുത്തെ പ്രോഗ്രാം എല്ലാം നമുക്ക് സക്സസ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. ആ റാമ്പ് വാക്ക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആയാലും പെട്ടെന്ന് തലേന്ന് ഒരു ദിവസം കൊണ്ട് തീരുമാനിക്കുന്ന ഔട്ട്ഫിറ്റ് എല്ലാവരും ഉള്ളതുപോലെ അങ്ങ് സെറ്റ് ആക്കുന്നത്, പിറ്റേന്ന് നല്ല അടിപൊളിയാക്കിയിട്ട് അത് നടത്താനും അത് അത്രയും സക്സസിൽ എത്തിക്കാനും പറ്റുന്നത്. ഡാൻസ് ആയിക്കോട്ടെ, ഡാൻസിനെല്ലാം പ്രോഗ്രാം പെട്ടെന്ന് തീരുമാനിച്ചാൽ നമുക്ക് 2 ദിവസമായിട്ട് കിട്ടില്ല. ആ ദിവസം കൊണ്ട് നമ്മൾ ഡാൻസ് സെറ്റാക്കിയത്, പ്രോഗ്രാം എല്ലാം സെറ്റാക്കിയത്, അത് മൊത്തത്തിൽ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഉള്ള ഒരു കോർഡിനേഷൻ കൊണ്ട് തന്നെയാണ്. പ്രോഗ്രാം ഇവർ നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തെങ്കിൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതങ്ങനെ നമ്മൾ ആക്കിയെടുത്തതും ഈ അക്കാദമി തന്നെയാണ്. ആദ്യം പ്രോഗ്രാമിലേക്ക് നമുക്ക് പാക്ക് അടിച്ച് പോവാം, പിന്നെ അവര് മാറ്റിയെടുത്തോണ്ട് തന്നെയാണ് അവര് ഓരോ പ്രോഗ്രാം കിട്ടുന്നത് നമുക്കത് ചെയ്യാൻ പറ്റിയതും മുന്നിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റാനും അത് സക്സസ് ആക്കാനും പറ്റിയത്. അതുകൊണ്ടാണ് ഇന്റേൺഷിപ്പ് മെയിൻ ആയിട്ട് ഇവിടെ പറയേണ്ട ഒരു കാര്യമാണ്. ലൈഫിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്തെന്ന് തോന്നിയത് ഇവിടുത്തെ ഇന്റേൺഷിപ്പ് എല്ലാം കിട്ടിയപ്പോഴാണ്. അപ്പം ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. കാരണം പഠിപ്പിക്കൽ മാത്രമല്ല, നമ്മളെ കൊണ്ട് അതൊരു ട്രെയിനിങ് പോലെ വർക്കും ചെയ്യിപ്പിക്കുന്നുണ്ട് ഇവര്. അപ്പൊ ഇവര് തന്നെ ഓരോ ബ്രാഞ്ചിലേക്കായാലും അങ്ങനെ അസിസ്റ്റന്റ് കൺസൾട്ടന്റിലേക്കായാലും അയച്ചിട്ട് നമ്മുടെ ഓരോരോ നമ്മൾ പഠിച്ചതെല്ലാം ഇവര് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം ലൈഫിൽ അതിൽ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു സ്ഥാപനത്തിൽ പോവുക, എന്നിട്ട് അവിടുന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നമുക്ക് ആ വർക്കും നമ്മൾ പഠിച്ചതായാലും കൂടുതൽ മനസ്സിലാക്കാനും വർക്ക് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആവാനും ഒക്കെ പറ്റിയത് ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ്. അതിനു പുറമെ നമ്മളിപ്പോ അക്കൗണ്ട്സിന്റെ ഇന്റേൺഷിപ്പിന് പുറമെ നമുക്ക് ഇവർ സെയിൽസിന്റെ 10 days ഓഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 10 days സെയിൽസിന്റെ ഇന്റേൺഷിപ്പ് കൂടി തന്നിരുന്നു. അതിലും ഒരു എക്സ്പീരിയൻസ് നേടാൻ കഴിഞ്ഞു. ആ ഇന്റേൺഷിപ്പിന് പോയപ്പോ എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടതെല്ലോ ശരിക്കും നല്ലതായി പഠിച്ചു. ഒരു സ്ഥാപനം എങ്ങനെയാണ് കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാം ഒരു 10 ദിവസം കൊണ്ടാണ് നോക്കി കാണാൻ പറ്റി. നമുക്ക് ആദ്യം പോകുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മൾ അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത്. പക്ഷെ 10 ദിവസം അവിടെ നിന്നപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ചെറുതൊന്നല്ല. കാരണം നമ്മൾ അതുവരെ വിചാരിക്കാത്ത, നമ്മൾ അതിനെപ്പറ്റി തിങ്ക് ചെയ്യാത്ത കുറെ കാര്യങ്ങളായാലും കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത്, അത് അങ്ങനെ റെഡിയാക്കുന്നത്, എങ്ങനെയാണ് അതൊരു സ്ഥാപനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതിലെങ്കിലും കുറച്ച് ഭാഗം കാണാൻ പറ്റി. അതൊന്നും ചെറിയ കാര്യമൊന്നുമല്ല, ഭയങ്കര ഇതായിരുന്നു. അക്കാദമിയിലെ ഇന്റേൺഷിപ്പ് തന്നെ പ്രധാനം. നമ്മൾ ABC മൈ ഹോമിലുണ്ടായ ഒരു ഇന്റേൺഷിപ്പ് അത്രയും അല്ലേ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അവർ വൃത്തിക്ക് പറഞ്ഞു അതൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. എല്ലാവരും അടുത്തുള്ള സ്റ്റാഫുകളും എല്ലാവരും തമ്മിൽ എന്തൊരു ഒത്തൊരുമ, അത് നമുക്കൊരു അതിശയം തന്നെ തോന്നുന്നു. പിന്നെ 10 ദിവസം ഇടക്കറിലുണ്ടായിന് ഇന്റേൺഷിപ്പ്, അത് ടാലിയൻ്റ് നല്ല തന്നെ. ഒരു പഠിപ്പിക്കൽ മാത്രമല്ല, എടുത്ത് നമ്മളെ അവരെ ആൾക്കാരെ കണ്ട് നമ്മളെല്ലാം ചെയ്യിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യുന്നത്. ട്രെയിനിങ്ങിന് പോകുമ്പോൾ ട്രെയിനിങ് സ്റ്റുഡന്റ് ആണെന്നുള്ള ഒരു പരിഗണനയല്ല, നമ്മളൊരു സ്റ്റാഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നമ്മളെ കാണുന്നത്. പിന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ നമുക്കത് നമ്മളൊരു കരിയറിലേക്ക് നമ്മൾ പോകുന്നതാണെന്നുള്ള ഒരു രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ സംശയങ്ങൾ എത്ര ടൈം എടുത്തിട്ട് അവരെ വർക്കിന്റെ ഇടയിലാണ് നമ്മുടെ സംശയം തീർക്കാൻ വേണ്ടി അവർ ടൈം കണ്ടെത്തുന്നത്. അപ്പൊ അതിലൊന്നും അവർക്കൊരു എന്താ പറയാ ഒരു വിഷമം ഉണ്ടായിട്ട് അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. അത്രയും നല്ല രീതിയിൽ തന്നെയാണ് അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് ഒരു 10 days ഇന്റേൺഷിപ്പ് പഴയങ്ങാടി മൈ ഹോമിലായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ അത്രയും നല്ലതായിരുന്നു. ആ 10 daysനുള്ളിൽ എത്രയൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ അവർ നമുക്ക് കവർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉണ്ടായത് ടാലിന്റെ ഇന്റേൺഷിപ്പ് പറഞ്ഞ ഷോപ്പീസ് പയ്യന്നൂരായിരുന്നു. അവിടെ ആയിരുന്നാലും എന്താ പറയാ അത് ഇവിടെ നിന്നുള്ളൊരു എന്താ പറയാ ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ട്രെയിനി ആയിട്ടോ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളൊരു സ്റ്റാഫ് എന്ന രീതിയിൽ തന്നെ പെരുമാറണം, ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ടും നമുക്ക് അങ്ങനത്തെ സ്റ്റുഡന്റ് ആണല്ലോ, അവര് വർക്ക് ചെയ്യുന്ന കൂടെ തന്നെ
പിന്നെ നമ്മളും ഒന്നിച്ചിരുന്ന് പിന്നെ നമുക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടാവും അവരെക്കാട്ടി. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു എങ്ങനെ ഒരു വർക്ക് എങ്ങനെ ഒരു വർക്കിൽ എങ്ങനെ പെർഫോം ചെയ്യാന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഇന്റേൺഷിപ്പ് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അക്കാദമി ഒരു സ്റ്റുഡന്റ് കോൺഫിഡൻസ് കിട്ടി. Confidence നമുക്ക് കിട്ടി. സാധാരണ ഒരു സ്ഥലത്ത് പോയി നമ്മള് പഠിച്ചിറങ്ങുന്നല്ലാണ്ട് നമുക്ക് അത് എങ്ങനെ വർക്കിലേക്ക് വരുമ്പോ എങ്ങനെ ഉണ്ടാവും എല്ലാ ടെൻഷൻസ് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മളും അതേ ടെൻഷൻ ഉണ്ടായോളാം. ഇതെല്ലാം നല്ല വൃത്തിക്ക് പഠിച്ചു. പക്ഷെ നമ്മൾ ഇനി വർക്കിനോ എന്താ അവസ്ഥ എന്നറിയില്ല. പക്ഷെ അതേ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് പോയ സമയത്ത് ആ ഒരു കോൺഫിഡൻസ് കൂടി കിട്ടി. പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യല്, ഇവിടെ നമ്മളൊരു 5 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിവര് ആ ഒരു ക്ലാസ് ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ക്ലാസ് ആദ്യം പ്രൊവൈഡ് ചെയ്ത് ആ ക്ലാസ് കിട്ടിയോണ്ട് തന്നെ ശരിക്കും ഇന്റർവ്യൂ വൃത്തിയിൽ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ടൈമാണ് ഒരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം കയറുമ്പോൾ ഫസ്റ്റ് ആയിട്ട് വിളിക്കുന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം തന്നെ ഇവർ 5 ഇന്റർവ്യൂ സെറ്റ് ആക്കിയോണ്ട് ശരിക്കും 5ാമത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് എത്ര ഇന്റർവ്യൂ വന്നാലും ഒരു മടിയില്ലാണ്ട് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഒരു കോൺഫിഡൻസ് എല്ലാം വന്ന് നമ്മൾ ആ ഇന്റർവ്യൂലെല്ലാം നല്ല കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് എല്ലാവരും അറ്റൻഡ് ചെയ്ത് തന്നെയാണ് പൊതുവെ പറയുന്നത്. കാരണം നമുക്ക് അതിനുള്ളൊരു എന്താ പറയാ ഒരു ട്രെയിനിങ് നമുക്ക് മുന്നേ കിട്ടിയതുകൊണ്ടായിരിക്കണം. അപ്പൊ എങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ നമ്മളൊരു റെസ്യൂമ് പ്രിപ്പയർ ചെയ്യണം, അതിനൊക്കെ നമ്മളൊരു പ്രാപ്തരാക്കിയത് അക്കാദമിയിലെ ഈ കോഴ്സ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇന്റർവ്യൂവില് നമ്മൾ പോയിട്ട് നമുക്കറിയാം അങ്ങനെ ഒരു ഇന്റർവ്യൂ പോകുമ്പോൾ എന്തായാലും ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചത് ഈ അക്കാദമിന്റെ ഈ ഒരു കോഴ്സിലൂടെ തന്നെയാണ്. അപ്പൊ എൻ്റെ ലൈഫിൽ ഒരു കോളേജ് ലൈഫിലൊന്നും കിട്ടാത്തൊരു എന്താ പറയാ അത്രയും ജോളിയായിട്ട് ഒരു കോഴ്സ് ചെയ്തത് അക്കാദമിയിൽ നിന്ന് തന്നെയാണ്. കാരണം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു +2 കഴിഞ്ഞൊരു കുട്ടിയുണ്ട്, ഒരു സീനിയർ ആയ നമ്മളെ പോലെ ആൾക്കാരും ഉണ്ട്. അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു വേർതിരിവൊന്നും ഇല്ല കുട്ടികളായിട്ട്. അവര് ഭയങ്കര ചിരിച്ചിലാകുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക് നമുക്ക് അവിടെ ഒരു ഏജിന്റെ ഒരു ഗ്യാപ്പ്, ഏജ് ഫീലിംഗ് അങ്ങനത്തെ ഒന്നും ഒരു ഫീലിങ്സേ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മളും അവരെ കൂട്ടത്തിൽ തന്നെ എല്ലാ കാര്യത്തിനും ജോലി അടിച്ച്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ ഒരു കോളേജ് ലൈഫിലൊന്നും കിട്ടാത്തൊരു എന്തോ ഒരു എന്താ പറയാ ഒരു പ്രത്യേകമായിട്ടൊരു സ്പെഷ്യാലിറ്റി അക്കാദമിന്റെ ഈ കോഴ്സിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിങ്ങിന്റെ സമയത്ത് നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ട്രെയിനിങ് ഉണ്ടായത്. ഒരു ദിവസം ക്ലാസ്, ഒരു ദിവസം ടാലിന്റെ ഇന്റേൺഷിപ്പ്. അപ്പൊ നമുക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫാക്കൽറ്റീസിനോട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് പിറ്റേ ദിവസം റെഡിയായി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടെ അക്കാദമി നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മളിവിടെ നമ്മൾ നടത്തിയ പ്രോഗ്രാമിൽ ഏറ്റവും അടിപൊളിയായിട്ടും ഇത്രയും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് നമുക്ക് തോന്നിയത് നമ്മൾ ഫെയർവെൽ ആക്കിയതാണ്. അത് എല്ലാവരും കൊണ്ട് കോർഡിനേഷൻ ചെയ്ത് ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു ഒരു ദിവസം കൊണ്ട് ഒരു ഉച്ചയ്ക്ക് നമ്മൾ തീരുമാനിക്കുന്നത് ഇത്ര ഡെക്കറേഷൻ ഇങ്ങനെ സെറ്റ് ആക്കാം അങ്ങനെ പറഞ്ഞു. അപ്പൊ അതിൽ ഓരോരാള് അവർക്ക് പറ്റുന്ന എഫേർട്സ് എല്ലാം ഇട്ട് അത് ചെയ്ത് ഒരു രാത്രി നമ്മൾ ഏകദേശം ഒരു 7 മണി വരെ ഇവിടെ നിന്ന് അതൊക്കെ സെറ്റ് ആക്കി പിറ്റേന്ന് രാവിലെ ഒരു ചെറിയ രീതിയിലുള്ള പ്രോഗ്രാം ആയിരുന്നു ഉദ്ദേശിച്ചത്. നമ്മള് ഒരുവിധം എല്ലാരും പങ്കെടുപ്പിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു എല്ലാവരും വരുമോ, കാരണം നമ്മൾ ചെറിയ രീതിയിൽ വെക്കുന്നല്ലോ. പക്ഷെ പിറ്റേന്ന് വിളിച്ച് എല്ലാവരും എത്തി. അതിൽ പ്രത്യേകം നമ്മുടെ ഡയറക്ടറൊക്കെ എത്തി. അപ്പൊ അതിൽ ചെറിയായിരുന്നില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാരും നമുക്ക് നമ്മളെ കഴിവുപോലെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റി. അത് അത്രയും നല്ല സക്സസ് ആയിട്ട് നടന്നു. അതിലും ചെറിയ ഇതായിരുന്നില്ല, ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ അവിടെ നമ്മളെ ക്ലാസ്സിൽ തന്നെ കുട്ടികളെ ബർത്ത്ഡേ ഉണ്ടാകുമ്പോൾ ആരും ഒരു മടിയില്ലാണ്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യും, കേക്ക് കട്ട് ചെയ്യും, സെലിബ്രേറ്റ് ചെയ്യും, ഒരു സർപ്രൈസ് കൊടുക്കുക. അതിലെല്ലാം നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ക്ലാസ്സിലുള്ള ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അതും കൂടി കൊണ്ടാണ് എനിക്ക് ഇത്രയും അടിപൊളിയായിട്ട് അക്കാദമി പാസ് ഔട്ടായി പോകാൻ കഴിഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, റീറ്റെയിൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, അക്കൗണ്ടിങ് ആയിക്കോട്ടെ, ഗ്രാഫിക് ഡിസൈൻ ആയിക്കോട്ടെ, ഇപ്പൊ ഇവിടെ ഈ 4 കോഴ്സാണ് ഉള്ളത്. അതിൽ ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് സജഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അക്കാദമി തന്നെയാണ്. അത് വെറുതെ പറയുന്നല്ല, ഈ 6-7 മാസത്തെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ്. അത്രയും ഹാപ്പിയാണ്, അത്രയും എന്താ പറയാ, അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. ഇത് ചെറുതായിട്ടൊന്നുമല്ല, 15 കൊല്ലം പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ഒരു ഡിഫറെന്റ് ലെവൽ എക്സ്പീരിയൻസും ഹാപ്പിനെസ്സും എല്ലാം കിട്ടിയത് ഈ 6 മാസത്തെ കോഴ്സ് തന്നെയാണ്. ഇത്രയും നല്ല ക്ലാസ്, പ്രോഗ്രാംസ് എല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്ന അക്കാദമിക്ക് ഒരു വലിയ ബിഗ് താങ്ക്സ് തന്നെ അറിയുന്നു. താങ്ക് യു അക്കാദമി.